കമ്മീഷന് നിയമിച്ചില്ലേ? കമ്മീഷൻ ഇപ്പോൾ എവിടെയാ? എന്താണ് മലപ്പുറത്തു നിന്ന് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത്? എന്താണ് വടക്കം പറവൂരിൽ നിന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത്? അതൊക്കെ എവിടെയാണ്? നിങ്ങളൊക്കെ അത് വലിയ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ച ആ വാഗ്ദാനങ്ങളൊക്കെ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത്. പാവങ്ങളെ വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പക്ഷമുണ്ടോ നിങ്ങൾക്ക്? ചർച്ച പ്രധാനമാണല്ലോ. ചർച്ച എവിടെയാണ്? എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ? എന്താണ് ആണോ? എന്തടിസ്ഥാനമാണുള്ളത്? നിങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ലാത്ത, രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള, നല്ല ബുദ്ധിയും അറിവുമുള്ള, കുത്തിത്തിരിപ്പ് ഹൃദയത്തിലില്ലാത്ത, രാഷ്ട്രീയമേ ലവലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ. അവർ വാദിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന്. വിഭജിക്കാൻ വേണ്ടി ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞൊരു ദുഷ്പ്രചരണമല്ലേ അവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റ് നടത്തിയത്? അതിനത്രയും പുച്ഛത്തോടെ മാത്രമേ അവിടെയുള്ള ചർച്ചകളിൽ, അതിൻ്റെ പരിസമാപ്തിയിൽ തെളിവതാണ്. ഇതിലൊരു ക്ലാരിറ്റി വെച്ചാൽ ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞിട്ട് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങളിപ്പം കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ, ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ? JPCയിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? അതുപോലെ അല്ല, പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അതാ പറഞ്ഞത്. അപ്പൊ അതുപോലെ നിങ്ങളിതും ക്യാരി ചെയ്തോളൂ. ഇപ്പോഴല്ലല്ലോ. അതാ അതിന്റെ പ്രവർത്തനം. ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെയും ഇതിങ്ങനെ ചോദിച്ചോണ്ടിരുന്നെങ്കിൽ ഇതൊരു സ്ഥിരം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ?